ഇതിൻ്റെ ടീസർ കണ്ടവരെല്ലാവരും ആരാധകരല്ലാത്ത സാധാരണ ആൾക്കാരും പറയുന്നുണ്ട് ഇതിലെന്തോ പുതുമയുണ്ട്. കോടിക്കണക്ക് മലയാള സിനിമയിൽ ആദ്യത്തെ 1 കോടി വന്നത് മമ്മൂക്കയുടെ സിനിമയിലാണ്. മമ്മൂക്കാരൻ വില്ലൻ ക്യാരക്ടർ നമ്മളിതുവരെയും കണ്ടിട്ടില്ല. നാളെ അതിഗംഭീരമായിരിക്കും, ഒരു രക്ഷയും വേണ്ട, കിടിലമായിരിക്കും. 8 മാസത്തിന് ശേഷം മമ്മൂക്ക അറിയാമല്ലോ, അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു പടം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കുകയാണ്. ഒരുപാട് ഇതിൽ സസ്പെൻസ് ഉണ്ട്. വ്യത്യസ്തകൾ മമ്മൂക്കയുടെ കയ്യിൽ കിട്ടിയാൽ അത് മലയാളികൾക്കൊരു അനുഭവം തന്നെയായിരിക്കും. ഗംഭീരമായിരിക്കും അഭിനയം, ഒരു സംശയവും വേണ്ട. കളക്ഷനും തൂക്കും, എല്ലാം തൂക്കും. തീയാന്ന് പറയാൻ വേണ്ടി നമ്മൾ 8 മാസം കൊണ്ട് കാത്തിരിക്കണം ഈ ഒരു പടം. 8 മാസം കൊണ്ട് നമ്മുടെ ആവേശം വലിയൊരു ഇതിലാണ് നിൽക്കുന്നത്. മമ്മൂക്ക വില്ലനായിട്ട് ഇന്നുവരെയ്ക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അതിനേക്കാളും വില്ലനായിട്ട് പോരുന്ന ഗംഭീരമായിരിക്കും അഭിനയം, ഒരു സംശയവും വേണ്ട. കളക്ഷനും തൂക്കും, എല്ലാം തൂക്കും. മമ്മൂക്കാര ഒരു വരവാണ്. 8 മാസത്തിന് ശേഷം മമ്മൂക്ക അറിയാമല്ലോ, അത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു പടം വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കുകയാണ്. ഒരുപാട് ഇതിൽ സസ്പെൻസ് ഉണ്ട്. ഒന്നും വിട്ടിട്ടില്ല. ബാക്കി നമ്മളെല്ലാം പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കണം. വളരെ കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു സിനിമ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിലുള്ള ആകാംക്ഷയും എന്താ പറയുക, കാത്തിരിപ്പം നമ്മുടെ ഉള്ളിലുണ്ട്. പമ്പം വരവ്, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നാളെ ഇനിയിപ്പോൾ കാണാം. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇനി മമ്മൂക്ക ചെയ്യണ ക്യാരക്ടറല്ലേ, മമ്മൂക്ക വില്ലനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര സെറ്റായിട്ടേ ചെയ്യുള്ളൂ. ടീസർ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തായാലും വ്യത്യസ്തകൾ തേടി അലയുന്നൊരു നടനാണ് മമ്മൂക്ക എന്ന നടൻ. അതൊന്നും സംശയം വേണ്ട. വിനായകനായിട്ട് അതിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് 21 നായകന്മാരുടെ ഇടയിലും വില്ലനായിട്ട് നോക്കുമ്പോൾ അത്രയ്ക്കും ഒരു മനസ്സിൻ്റെ അകത്തും നമ്മൾക്ക് ഇപ്പോഴേ തന്നെ അവരെ കണ്ടില്ലേ, രോമ കണക്കാണ് എനിച്ചിരിക്കുന്നത്. അത്ര ഒരു ആവേശത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആ വലിയ കട്ടൗട്ട് നില വെച്ച് ഇനി വേറെ പരിപാടികളുണ്ട്. നാളെ ബാൻഡ് മേളമുണ്ട്, പേപ്പർ ഷോട്ടുണ്ട്, എല്ലാം ഉണ്ട്. നല്ല വൺ സെറ്റപ്പിലാണ് നടത്തുന്നത്. നാളെ രാവിലെ എല്ലാവരും 9 മണിക്ക് നമ്മളെല്ലാം വൺ സെറ്റപ്പാണ്. വില്ലനാകുമ്പോൾ പിന്നെ അറിഞ്ഞൂടെ, ഇതിനേക്കാളും നെരുപ്പായിട്ടേ വരുള്ളൂ. മമ്മൂക്കാരൻ വില്ലൻ ക്യാരക്ടർ നമ്മളിതുവരെയും കണ്ടിട്ടില്ല. നാളെ അതിഗംഭീരമായിരിക്കും, ഒരു രക്ഷയും വേണ്ട, കിടിലമായിരിക്കും. എന്തായാലും ഒരു ഇത് വരത്തില്ല, അടിച്ച് പൊളിക്കും നമ്മൾ. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു പുള്ളിയുടെ ഒരു 10-15 സിനിമകൾ മാത്രം എടുത്താൽ തന്നെ അതെല്ലാം വ്യത്യസ്തമായ ശരീരഭാഷയും വ്യത്യസ്തമായ മേക്കപ്പുകളും വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ സംസാര ശൈലി വരെ വ്യത്യസ്ത. എന്തായാലും തീർച്ചയായും 431 സിനിമയാണ്. നമ്മളൊന്നും കാണാത്ത ഒരു മമ്മൂക്ക ആയിരിക്കും ഇതിലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ നാളെ നമുക്ക് തിരിച്ച് കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഈ പറഞ്ഞല്ലോ, വേറെ വ്യത്യസ്തകൾ മമ്മൂക്കയുടെ കയ്യിൽ കിട്ടിയാൽ അത് മലയാളികൾക്കൊരു അനുഭവം തന്നെയായിരിക്കും. മമ്മൂക്കയുടെ വ്യത്യസ്ത സിനിമകളെന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്കൊരു പ്രതീക്ഷ തന്നെയാണ്. ഇതിൻ്റെ ടീസർ കണ്ടവരെല്ലാവരും, ഇപ്പോൾ ഒരു ആരാധകരല്ലാത്ത സാധാരണ ആൾക്കാരും പറയുന്നുണ്ട് ഇതിലെന്തോ പുതുമയുണ്ട്, പുതിയൊരു മമ്മൂട്ടിയെ നമുക്കിതിൽ കാണാൻ പറ്റുമെന്ന് പലരും പറയുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളാണ് നാളെ നമുക്ക് കിട്ടാൻ പോകുന്നത്. വെറൈറ്റി ആയിരിക്കും. കാരണം വിനായകൻ എന്ന് പറയുന്നത് മികച്ചൊരു നടൻ തന്നെയാണ്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞൊരു നടന്മാരിൽ ഒരാളാണ് വിനായകൻ. അതിനോടൊപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനും കൂടെ ഒന്നു ചേരുമ്പോൾ ഒരു അഭിനയ മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കോടിക്കണക്ക് മലയാള സിനിമയിൽ ആദ്യത്തെ 1 കോടി വന്നത് മമ്മൂക്കയുടെ സിനിമയിലാണ്. ആ രാത്രി എന്ന് പറയുന്ന സിനിമയാണ് മലയാള സിനിമയിൽ ആദ്യത്തെ 1 കോടി വന്നപ്പോൾ. അപ്പോൾ കോടികൾക്ക് ഉപരി ഒരു സിനിമ ചെയ്യുമ്പോൾ, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സിനിമകളൊന്നും 100 കോടിയോ 500 കോടിയോ കളിച്ചില്ല. പക്ഷേ ആ സിനിമകൾ എന്ന് എവിടെയും മികച്ചു നിൽക്കും. അതുപോലെ തന്നെ മമ്മൂക്കയുടെ നടൻ ഇപ്പോൾ ഭ്രമയുഗം തിയേറ്ററിൽ നല്ല കളക്ഷനായിരുന്നു, സംസ്ഥാന അവാർഡും കിട്ടി. അതുപോലെ വെറൈറ്റികളും ചെയ്ത് മുന്നേറുന്നൊരു നടനാണ് മമ്മൂക്ക.